അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലേക്ക് ഈ വർഷം പുതുതായി ഇറക്കിയ തസ്കിയത്തുൽ വിൽദാനിലെ 3ാമത്തെ പാഠം ളിയാഫത്തുൻ അജിബല്ലാഹു മിൻഹ. അല്ലാഹു തആല അത്ഭുതപ്പെട്ട സൽക്കാരം. ഈ പാഠത്തിൽ പറയുന്നത് അതിഥികളെ സൽക്കരിക്കുന്നതിനെ കുറിച്ചാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫ. ആരെങ്കിലും അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ. ഇതിൽ പറയുന്ന ചരിത്രം ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അർത്ഥവും നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വന്ന് ഒരാൾ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരിലേക്ക് ആളയച്ചു. അവരെല്ലാം പറഞ്ഞു, ഇവിടെ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടി ആളുകളോട് ചോദിച്ചു, മൈ യുദീഫു ഹാദൽ ലൈല, ഈ രാത്രി ഇദ്ദേഹത്തെ ആരാണ് സൽക്കരിക്കുക? അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ സൽക്കരിക്കാം നബിയെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടുതൽ ഉണ്ടായിട്ടൊന്നുമല്ല, അവരുടെ മനസ്സ് അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി എന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കുക എന്നതാണ്. അങ്ങനെ വീട്ടിൽ പോയി, ഈ അതിഥിയുമായി വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചു, ഇവിടെ എന്താണുള്ളത്? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇല്ലാ കൂത്ത സുബിയാനി, മക്കൾക്കുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ അതിഥിക്ക് ഭക്ഷണം കൊടുക്കണം. അതിനു വേണ്ടി അദ്ദേഹം ഭാര്യയോട് പറയാണ്, മക്കള് രാത്രി ഭക്ഷണം ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരോട് വല്ല കാരണവും പറഞ്ഞ് അവരെ ഉറക്ക്. എന്നിട്ട് അതിഥി കടന്നു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിളക്ക് കെടുത്താം. എന്നിട്ട് നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ കാണിക്കാം. കാരണം വന്ന ആൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും വരാൻ പാടില്ലല്ലോ. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു, വിളക്ക് അണക്കുകയും ചെയ്തു. എന്നിട്ട് അവർ തിന്നുന്നത് പോലെ കാണിച്ചു. അന്ന് രാത്രി അവർ പട്ടിണി കിടന്നു, ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നു. അവസാനം പിറ്റത്തെ ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ലഖദ് അജിബല്ലാഹു മിൻ സ്വനീഇകുമാ ബിളൈഫികുമൽ ലൈല, നിങ്ങളുടെ അതിഥിയെ കൊണ്ട് ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ അല്ലാഹു തആല അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞ ചരിത്രം. ഇൻഷാ അല്ലാഹ് ഇനി അതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്, ഖാല, അദ്ദേഹം പറഞ്ഞു, ജാഅ റജുലുൻ ഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ ഇന്നി മജ്ഹൂദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് വന്ന ഒരാൾ പറഞ്ഞു, ഇന്നി മജ്ഹൂദുൻ, ഞാൻ വിശന്നു വലഞ്ഞവനാണ്. ഫഅർസല ഇലാ ബഅദി നിസാഇഹി ഫഖാലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഒരു ഭാര്യയിലേക്ക് ആളെ വിട്ടു. അപ്പോൾ മഹദി പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഇന്ദി ഇല്ലാ മാ, സത്യം കൊണ്ട് തങ്ങളെ അയച്ച അല്ലാഹുവാണ് സത്യം, എൻ്റെ അടുത്ത് വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. സുമ്മ അർസല ഇലാ ഉഖറ, മറ്റൊരു ഭാര്യയിലേക്കും ആളെ വിട്ടപ്പോൾ ഫഖാലത്ത്, മഹദി പറഞ്ഞു, മിസ്ല ദാലിക്, അതുപോലെ തന്നെ. ഹത്താ ഖുൽന കുല്ലുഹുന്ന മിസ്ല ദാലിക്, എല്ലാ ഭാര്യമാരും ഇതുപോലെ തന്നെ പറഞ്ഞു. ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഇന്ദി ഇല്ലാ മാ, സത്യം കൊണ്ട് തങ്ങളെ പറഞ്ഞയച്ച റബ്ബിനെ തന്നെയാണ് സത്യം, എൻ്റെ അടുത്ത് വെള്ളമില്ലാതെ മറ്റൊന്നുമില്ല. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുദീഫു ഹാദ അൽ-ലൈല, ഈ രാത്രിയിൽ ഇദ്ദേഹത്തെ ആരാണ് സൽക്കരിക്കുക? ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ സൽക്കരിക്കാം നബിയെ. ഫന്തലഖ ബിഹി ഇലാ റഹ്ലിഹി, അദ്ദേഹം ഈ അതിഥിയുമായി വീട്ടിലേക്ക് പോയി. ഫഖാല ലിംറഅതിഹി, എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അക്രിമി ളൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഥിയെ നീ ബഹുമാനിക്കണം, നീ ആദരിക്കണം, നീ സൽക്കരിക്കണം. വഫീ റിവായത്തിൻ ഫഖാല ലിംറഅതിഹി, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഭാര്യയോട് ചോദിച്ചു, ഹൽ ഇൻദകി ഷൈഉൻ, നിന്റെ അടുത്ത് വല്ലതുമുണ്ടോ? അപ്പോൾ മഹദി പറഞ്ഞു, ഖാലത്ത് ലാ ഇല്ലാ ഖൂത്ത സുബിയാനി, മക്കൾക്കുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ആ അൻസാരിയായ സ്വഹാബി പറഞ്ഞു, ഫഅല്ലിലീഹിം ബിശൈഇൻ, അവരോട് വല്ല കാരണവും പറയൂ. വഇദാ അറാദുൽ അശാഅ, അവർ രാത്രി ഭക്ഷണം ഉദ്ദേശിച്ചാൽ, അഥവാ രാത്രി ഭക്ഷണം അവർ ആവശ്യപ്പെട്ടാൽ, അവർ ചോദിച്ചാൽ, അവരെ ഉദ്ദേശിച്ചാൽ, ഫനവ്വിമീഹിം, നീ അവരെ ഉറക്കണം. ഫൈദാ ദഖല ദൈഫുന, നമ്മുടെ അതിഥി കടന്നു വന്നാൽ, ഫഅത്ഫി ഇസ്റാജ്, നീ വിളക്കണക്കണം, വിളക്ക് കിടത്തണം.
വ അരീഹി അന്നാന ഉക്കുലു, നമ്മൾ തിന്നുന്നത് പോലെ കാണിക്കാം. ഫഖഅദു വ അകല ദൈഫു, അവരിരുന്നു, ആ അതിഥി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. വബാത തോവിയൈനി, രണ്ടാളും വിശന്നുകൊണ്ട് രാത്രി ഉറങ്ങി. ഫലമ്മ അസ്ബഹ ഗദൻ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആ സ്വഹാബി പോയപ്പോൾ ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് അജിബല്ലാഹു മിൻ സനീഇകുമാ ബിളൈഫികുമൽ ലൈല, നിങ്ങളുടെ അതിഥിയുമായി ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ അല്ലാഹു തആല അത്ഭുതപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉൻദുർ ഇലാ ഹാദ സ്വഹാബിയിൽ കരീം വ ഇലാ സൗജതിഹിൽ കരീമ, ഈ മാന്യനായ സ്വഹാബിയെയും അവിടുത്തെ ഭാര്യയെയും നിങ്ങളൊന്ന് നോക്കൂ. മാതാ ഹമലഹുമ അലാ ഹാദ സുലൂക്കിൽ അലീം, ഇത്രയും വലിയ ഈ ഒരു മാർഗത്തിൽ, ഈ ഒരു പ്രവർത്തനത്തിൽ, ഈ ഒരു മാതൃകാപരമായ പ്രവർത്തനത്തിൽ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇന്നമാഹുവ അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അത് അള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസം മാത്രമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ അതിഥിയെ സൽക്കരിക്കട്ടെ. ഇതിന്റെ തദ്രീബാത്തൊന്ന് പരിശോധിക്കാം. നഖറഉ വ നഫ്ഹം, വായിച്ച് മനസ്സിലാക്കാം. മജ്ഹൂദുൻ, പ്രയാസമുള്ളവൻ. റഹലുൻ, വീട്. അത്തുഫ, അണച്ചു. താവിൻ, വിശക്കുന്നവൻ. ഹമല, പ്രേരിപ്പിച്ചു. അദാഫ, സൽക്കരിച്ചു. അക്രമ, അദാഫ, സൽക്കരിച്ചു. അക്രമ, ആദരിച്ചു. അറ, കാണിച്ചു. സ്വനീയ, പ്രവർത്തനം. ലൈഫ്, അതിഥി. ലിയുക്കിരിം, ആദരിക്കട്ടെ. സിറാജ്, വിളക്ക്. അഷാഉൻ, അത്തായം. നവ്വമ, ഉറക്കി. നക്തുബുൽ മാന, അർത്ഥമെഴുതാം. മജ്ഹൂദുൻ, പ്രയാസമുള്ളവൻ. കൂത്തുൻ, ഭക്ഷണം. തോവിൻ, വിശക്കുന്നവൻ. സുലൂക്ക്, മാർഗം, വഴി. റഹലുൻ, വീട്. അഷാഉൻ, അത്താഴം. സനീഉൻ, പ്രവർത്തനം. സിറാജുൻ, വിളക്ക്. നക്തഷിഫ് സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ് ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. 1. ഇന്നി മജ്ഹൂദുൻ, എനിക്ക് വിശക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്ന് ഒരാൾ പറഞ്ഞു. 2. അന യാ റസൂലല്ലാഹ്, ഞാൻ സൽക്കരിക്കാം നബിയെ. ഇതാര് എപ്പോൾ പറഞ്ഞതാണ്, ആരോട് പറഞ്ഞതാണ്? വിശന്നു വലഞ്ഞ ഒരാൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഭാര്യമാരിലേക്കും ആളെ വിട്ടു. എല്ലാവരും വെള്ളമല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികളോട് ചോദിച്ചു, ആരാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കുക? അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതാണ് ഇത്, ഞാൻ സൽക്കരിക്കാം നബിയെ എന്ന്. 3. ഫഅല്ലിലീഹിം ബിശൈഇൻ, അവരോട് നീ വല്ല കാരണവും പറയൂ, മക്കളോട് നീ വല്ല കാരണവും പറയൂ. ഇതാര് എപ്പോൾ പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയെ സൽക്കരിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോയ സ്വഹാബി ഭാര്യയോട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ ഒന്നുമില്ല. അപ്പോൾ അൻസാരിയായ സ്വഹാബി പറഞ്ഞതാണ് ഇത്. 4. ലഖദ് അജിബല്ലാഹു മിൻ സനീഇകുമാ ബിളൈഫികുമാ അല്ലൈല, ഇന്നലെ രാത്രി നിങ്ങൾ അതിഥിയുമായി പ്രവർത്തിച്ച പ്രവർത്തനം കണ്ട് അല്ലാഹു തആല അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് ആര് എപ്പോൾ പറഞ്ഞതാണ്? അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ വിളക്ക് കെടുത്തി കഴിക്കുന്നത് പോലെ കാണിച്ച് അതിഥിയെ കഴിപ്പിച്ചു. രാവിലെ അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് ഇത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.